ഞാനിന്ന് ഇവിടെ ഒരു ഒന്നാന്തരം ഉള്ളിച്ചോറ് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ഈ ഉള്ളിച്ചോറെന്ന് വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന മക്കൾക്കും കൊടുക്കാം, അല്ലാതെ നമ്മൾക്കും കഴിക്കാം. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ആക്കി കൊടുക്കാം. എന്തെങ്കിലും ഒരു ഫ്രൈ, ഉരുളക്കിഴങ്ങ് ഫ്രൈ അതേമാതിരി ആക്കി കൊടുത്താൽ അവർ സ്കൂളിൽ പോയിട്ട് നന്നായി കഴിച്ചോളും. ഇപ്പം നമ്മൾക്ക് വീട്ടിൽ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉള്ളിച്ചോറ് പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഉത്തമമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതാണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് വേണമെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇതാ ഒരു 20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി അല്ലി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വറമുളക, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. ഇനി അടുപ്പിലേക്ക് ഒരു കടായി അടുപ്പിൽ വെക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് ഇതിന് മോസ്റ്റ്ലി നെയ്യ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ നെയ്യ്, അപ്പോൾ ഒരുപാട് നെയ്യ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതൊന്ന് ചൂടായി വരട്ടെ. ഒരുവിധം ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളി ആദ്യം ഇടാം കേട്ടോ. ചെറിയ ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വന്നാലാണ് അതിൻ്റെ ഒരു മണം ഉണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് വഴറ്റുന്നുണ്ട്, നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഒരു ചുവപ്പ് കളറാകുന്ന സമയം വരയ്ക്കും ഇതൊന്ന് ഇടണം. നമ്മൾ അതിലേക്ക് ഈ മുളകുണ്ടല്ലോ, മുളകിടാം. ഒരു പച്ചമുളക് നമ്മുടെ ആവശ്യത്തിനാണ്. ഒരു രണ്ടോ മൂന്നോ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ചെറിയ ഉള്ളി ഒരുവിധം മൂത്ത് വരുന്നുണ്ട്, കുറച്ച് റെഡ് കളർ ആവുന്നുണ്ട്. ഒരുപാട് റെഡ് കളർ ആവരുത്, ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണാണ്, അതിലൊരു 1/2 സ്പൂണും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്നിങ്ങനെ ഒരിഞ്ഞ് വരട്ടെ, അതുവരെ നമ്മൾ ഇളക്കണം. നമ്മൾക്ക് ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ടോ, ഞാൻ ആദ്യം കുറച്ച് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ 3/4 സ്പൂൺ ഉപ്പ് ചേർക്കേണ്ട. ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾക്ക് ഇനി ഇടാം കേട്ടോ. ഒരുവിധം ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മൈൽഡായിട്ട് വെച്ചാൽ മതി തീയെ. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്.
നമ്മൾ ഇതിലേക്ക് ചോറാണ്, കുത്തരി ചോറാണ് നമ്മുടെ, ഇതാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതൊരു 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാൻ ഇത് എളുപ്പമാണ്. എന്തെങ്കിലും ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇതൊക്കെ മൂത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചോറ്, വേവിച്ച് വെച്ച ചോറ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. ആ മഞ്ഞ കളറും ഉള്ളിയുടെ കളറും ഒക്കെ ആയിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് കാണാൻ ഇത് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതാ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റിൻ്റെ പണിയുള്ളൂ. ഓക്കെ, ബൈ.